ഹലോ മക്കളെ, ഈ ഒരു വീഡിയോ ഇപ്പം നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബയോളജിക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് അല്ലേ. അപ്പോൾ ബയോളജിക്ക് നമുക്ക് ഏകദേശം എത്രയാണ്, നമ്മൾ 720 നമ്മുടെ നീറ്റിൻ്റെ സ്കോറെങ്കിൽ ഔട്ട് ഓഫ് 720 360 മാർക്സ് നമുക്ക് വരുന്നത് എവിടെ നിന്നാണ്? ബയോളജി എന്നാണ്. അപ്പോൾ ഈ ബയോളജിനെ നമുക്ക് എന്തായാലും നിസ്സാരക്കാരനായിട്ട് കാണാൻ പറ്റില്ല അല്ലേ. നമ്മൾ എന്തായാലും ബയോളജിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പകുതിയോളം വരുന്ന മാർക്സ് +1 +2 ബയോളജി ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബയോളജീനെ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അതായത് നമുക്ക് ഇത്രത്തോളം ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ +1 നോക്കുകയാണെങ്കിൽ നമുക്ക് 19 ചാപ്റ്റേഴ്സ് ഉണ്ട്, +2 നോക്കുകയാണെങ്കിൽ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിനെല്ലാം ഒരേ വെയിറ്റേജ് അല്ല അല്ലേ. അപ്പം എല്ലാവരെയും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരേ രീതിക്കല്ല പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പബ്ലിക് എക്സാമിന് പഠിക്കുമ്പം നമുക്കറിയാം ലിവിങ് വേൾഡിൽ നിന്ന് 1 മാർക്കിനുള്ള ഒരു ക്വസ്റ്റൻ ആണ് വരിക. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് 2 or 3 മാർക്സ് ആണ് വരിക. അനിമൽ കിങ്ഡത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജിനുള്ള ക്വസ്റ്റ്യൻസ് വരിക അല്ലേ. ആ സെയിം വെയിറ്റേജ് പോലെ തന്നെ നമുക്ക് നീറ്റ് എക്സാമിനും ഒരു വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ആ വെയിറ്റേജ് മനസ്സിലാക്കി നിങ്ങൾ ബയോളജീനെ പഠിക്കുമ്പം വെയിറ്റേജ് കൂടുതൽ വരുന്ന യൂണിറ്റ്സിന് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 2024 2025 നീറ്റിൻ്റെ യൂണിറ്റ് വൈസ് വെയിറ്റേജ് ഞാൻ പറയുന്നുണ്ടാവും. സോ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ +1 നീറ്റ് ബയോളജി ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ, ചാപ്റ്റർ വൈസ് അല്ല യൂണിറ്റ് വൈസ് ആണ് മിസ് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്, അനിമൽ കിങ്ഡം വരെയുള്ള യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ 8 to 10% ക്വസ്റ്റ്യൻസ് ആ ഒരു യൂണിറ്റിൽ നിന്ന് വരാറുണ്ട്. ദെൻ നമ്മളുടെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് നോക്കുകയാണെങ്കിൽ 4 to 5% ഉള്ളൂ. അവിടെയാണ് മോർഫോളജി, നമ്മുടെ അനാറ്റമി, ദെൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ് വരുന്നത്. പിന്നെ നമ്മളെ സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിലേക്ക് സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ വരുന്നത് നമ്മുടെ മോർഫോളജിയും അനാറ്റമിയും മാത്രമാണ് കേട്ടോ. അപ്പോൾ അവിടെ 4 to 5% ആണ്. സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷനിലാണ് നമ്മളുടെ ഏതൊക്കെ വരുന്നത്? സെൽ ദി യൂണിറ്റ് വരുന്നത്, സെൽ സൈക്കിൾ വരുന്നത്, നമ്മുടെ ബയോമോളിക്യൂൾസ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8 to 10% അത്യാവശ്യം നല്ല വെയിറ്റേജ് വരുന്ന ഏരിയയാണ്. ദെൻ പ്ലാന്റ് ഫിസിയോളജിയിൽ 6 to 8% ഫോട്ടോസിന്തസിസ്, പിന്നെ നമ്മുടെ റെസ്പിറേഷൻ, പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പിന്നെ ഹ്യൂമൻ ഫിസിയോളജിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അത്യാവശ്യം ചാപ്റ്റേഴ്സും ഉണ്ട്, അത്യാവശ്യം വെയിറ്റേജും ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ഫിസിയോളജി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡൈവേഴ്സിറ്റിയും അതേപോലെ തന്നെ സെൽ സ്ട്രക്ചറിൻ്റെയും ഭാഗങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഓക്കെ, സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് സെൽ ദി യൂണിറ്റ് ഓഫ് ലൈഫ്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറമേ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കുറവാണ്. കൂടുതലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് NCERT നിന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ലൈൻ ബൈ ലൈൻ നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആക്ച്വലി ഇത് കുറച്ച് പ്രീവിയസ് ഡാറ്റയുടെ ബേസ് ആയതുകൊണ്ടാണ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് എന്ന് കൊടുത്തത്. ഡൈജഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോൾ ഡിലീറ്റഡ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കുലേഷൻ അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ബയോമോളിക്യൂൾസ് പബ്ലിക് എക്സാമിനും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, നീറ്റിനും അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാണ്. ദെൻ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, അതുപോലെ ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, ഈ ചാപ്റ്റേഴ്സ് കുറച്ചുകൂടി വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ +2 വരുന്ന സമയത്ത് നമുക്ക് റീപ്രൊഡക്ഷൻ്റെ യൂണിറ്റിൽ നിന്ന് 9 to 10% ആണ്. ജെനറ്റിക്സിൻ്റെ യൂണിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള യൂണിറ്റ് ആണ്. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നല്ലതായിട്ട് ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പിന്നെ നമ്മളുടെ ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ, അവിടെ നമ്മളുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, മൈക്രോബ്സ് ഒക്കെ വരുന്ന ഏരിയയാണ്. 3 to 4 അത്ര വെയിറ്റേജ് ഇല്ല. പക്ഷേ ഈ ഒരു ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷനാണ് നമ്മൾ +2 നോക്കുകയാണെങ്കിൽ തന്നെ ഹൈ വെയിറ്റേജ് ഉള്ള യൂണിറ്റ്. പിന്നെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസിൻ്റെ ഏരിയ ആണ് വരുന്നത്. ബയോടെക്നോളജി ആ ഒരു 2 ചാപ്റ്റേഴ്സിന് മാത്രം നിങ്ങൾക്ക് 5 to 7 ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സോളം ഉണ്ട്. പക്ഷേ ഈ ഒരു 2 ചാപ്റ്റേഴ്സ് ബയോടെക്കും അതിൻ്റെ ആപ്ലിക്കേഷനും 5 to 7% വെയിറ്റേജ് ഉണ്ട്. പിന്നെ ഇക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റിന് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ചാപ്റ്റേഴ്സ് ആണ്, പക്ഷെ അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാണ്. ഇതിൽ തന്നെ +2 നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പ്രിൻസിപ്പിൾസും മോളിക്കുലാർ ബേസിസും ഉണ്ട്. പിന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഈ തവണ അതായത് 2025 പേപ്പറിൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് 3 or 4 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഹ്യൂമൻ റീപ്രൊഡക്ഷന് കുറവായിരുന്നു, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ബയോടെക്കും പ്രിൻസിപ്പിൾസ് ആപ്ലിക്കേഷൻ പറയണ്ടല്ലോ, നിറയെ ചറബറ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, അതിൽ തന്നെ ഹ്യൂമൻ ഹെൽത്തും ഡിസീസസും അതുപോലെ തന്നെ നമ്മളുടെ മൈക്രോബ്സ് ഒന്നും ഭയങ്കരമായ ക്വസ്റ്റ്യൻസ് വന്നിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു പൈ ചാർട്ട് മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഡാറ്റയുടെ ബേസിലുള്ള ഒരു പൈ ഡയഗ്രം ആണ്. ആൻഡ് നിങ്ങൾ 2024
വെയിറ്റേജ് ആണ് മിസ് പറയുന്നത്. 2024 നമ്മൾ ബോട്ടണിന്ന് എങ്ങനെയൊക്കെ പ്ലസ് വണ്ണിന് എങ്ങനെയൊക്കെ പ്ലസ് ടുന്ന് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്ലസ് വണ്ണിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ നോക്കുകയാണെങ്കിൽ 14% ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ അനിമൽ കിങ്ഡം ഒക്കെ ഇൻക്ലൂഡ് ആവുന്നത്. പിന്നെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഉണ്ടോ 5%, ഏകദേശം ഒരു 5% ആണ്. ഇത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വേരി ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ആവറേജ് ആണ് പറയുന്നത് കേട്ടോ. സെൽ സ്ട്രക്ചർ ആൻഡ് സെൽ ഫംഗ്ഷന് 9% വന്നിട്ടുള്ളൂ. പ്ലാൻ ഫിസിയോളജി 6%, ഹ്യൂമൻ ഫിസിയോളജിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ 2024 ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വേരി ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ റീപ്രൊഡക്ഷൻ്റെ യൂണിറ്റിന് 9% വന്നിട്ടുള്ളൂ. പക്ഷേ ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എത്ര വന്നിട്ടുണ്ട്? ഏറ്റവും കൂടുതൽ വെയിറ്റേജ് 2024 ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ ആണ് പ്ലസ് ടു എന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ബയോളജി ഓഫ് ഹ്യൂമൻ വെൽഫെയർ 9%, ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻ മാത്രം. നിങ്ങളിവിടെ നോക്കേണ്ടത് ഇവിടെ 3 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇവിടെ ആകെ 2 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഈ 2 ചാപ്റ്റേഴ്സിന് 10% ഏകദേശം വെയിറ്റേജ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റിന് 9%, ആ 3 ചാപ്റ്റേഴ്സ് അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം ബോട്ടണിയിൽ നിന്ന് പ്ലസ് ടു നിന്ന് 46% ആണ് നമ്മളുടെ 2024 ചോദിച്ചത്. പ്ലസ് 1 സെക്ഷനിൽ 54 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സെയിം പാറ്റേൺ ആയിരുന്നു 2025 ഈ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷേ 46% ആണ് അങ്ങനെ പ്ലസ് 2 പ്ലസ് 1 അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ 2025 നോക്കുകയാണെങ്കിൽ 2025 നമുക്കിതേ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ഏകദേശം 14% ആണ്. കാരണം അവിടെ ആ അനിമൽ കിങ്ഡം കിടപ്പുള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു വെയിറ്റേജ്. അനിമൽ കിങ്ഡം അതുപോലെ പ്ലാന്റ് കിങ്ഡത്തിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ അഗെയിൻ സെയിം ഒരു 5% ആണ്. സെൽ സ്ട്രക്ചർ 9%, പ്ലാന്റ് ഫിസിയോളജി 6%, ഹ്യൂമൻ ഫിസിയോളജി 20%. ഏകദേശം ഇതാണ് ഡേറ്റ. ഇത് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ അല്ല, നമുക്ക് കിട്ടിയത് വെച്ചിട്ട് ഒരു ഏകദേശം ഇങ്ങനെയാണ് വരുന്നത് വെയിറ്റേജ്. ദെൻ നമ്മൾ പ്ലസ് ടുവിലേക്ക് വരുമ്പോൾ റീപ്രൊഡക്ഷന് 9%, 18% ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ, 9% ആണ് ഹ്യൂമൻ ഫിസിയോളജി. അതുപോലെ ബയോടെക്നോളജിന്ന് ഇപ്രാവശ്യത്തിൽ കുറച്ച് കുറവായിരുന്നു. ദെൻ ഇക്കോളജി എൻവയോൺമെന്റിന് 6%. ഈ ഒരു രീതിയിലാണ് പാറ്റേൺ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡാറ്റ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതനുസരിച്ച് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് അത്യാവശ്യം വെയിറ്റേജ് വരുന്ന യൂണിറ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലസ് ടുവിൽ, ബയോടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ് പ്ലസ് ടുവിൽ. ഓക്കെ, ഇനി പ്ലസ് 1ലേക്ക് നോക്കുകയാണെങ്കിൽ അനിമൽ കിങ്ഡം ഇമ്പോർട്ടൻ്റ് ആണ്, ബയോമോളിക്യൂൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലാന്റ് കിങ്ഡം ഇമ്പോർട്ടൻ്റ് ആണ്, സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, ഹ്യൂമൻ ഫിസിയോളജി ഇമ്പോർട്ടൻ്റ് ആണ്, ഫോട്ടോസിന്തസിസ് റെസ്പിറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കാം. അത് നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊക്കെ നമുക്ക് നമ്മുടെ ബാച്ചസിലൂടെ ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഏതെങ്കിലും ബാച്ചുകളിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എക്സാമിനറുടെ കൂടെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിലൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കൂടെ കാണാം. താങ്ക് യു സോ മച്ച്.